കാട്ടാക്കട ടൗൺ ഗതാഗതക്കുരുക്ക് പഞ്ചായത്ത് കർശന നടപടിയിലേക്ക്. കാട്ടാക്കട ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് നോ പാർക്കിംഗ് നിയമം കർശനമായി നടപ്പാക്കാൻ തുടങ്ങി. പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ടൗണിൽ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതിയുള്ളൂ. പിഴ ഈടാക്കുന്നതിന് മുൻപ് ആദ്യഘട്ടമായി പോലീസ് വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കും. സ്റ്റിക്കറിലുള്ള നമ്പറിൽ ബൈക്ക് ഉടമ വിളിച്ചറിയിച്ചാൽ പിഴ ഒഴിവാക്കും. ഇത് ഒരു മുന്നറിയിപ്പായി കണക്കാക്കും. എന്നാൽ അതേ വാഹനം രണ്ടാമതും നിയമം ലംഘിച്ചാൽ പിഴ ഉറപ്പായും അടയ്ക്കേണ്ടി വരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇന്നു മുതൽ പരിശോധന തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ടൗണിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ക്രമീകരണം. നിശ്ചിത പാർക്കിംഗ് സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. കാട്ടാക്കട ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനങ്ങളെടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും RTO ഓഫീസിലും കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ തീരുമാനമെടുത്ത് നോ പാർക്കിംഗ് ആകണം എന്ന് പറഞ്ഞ റോഡുകളിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ റോഡുകളെ നോക്കാനും അത് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഭരണസമിതി അംഗങ്ങളുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ എവിടെയൊക്കെയാണോ ഞങ്ങൾ നോ പാർക്കിംഗ് പറഞ്ഞിരുന്നത് ആ ഭാഗത്ത് വയ്ക്കുന്ന വാഹനങ്ങളിൽ യു ആർ ബുക്ക്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. അതിലൊരു കോണ്ടാക്ട് നമ്പർ വച്ചിരിക്കും. ഫൈൻ ഒഴിവാക്കാൻ ആ നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിന്റെ മുന്നറിയിപ്പ്. ഒരു തവണ സ്റ്റിക്കർ അടിച്ച വാഹനത്തിൽ അടുത്ത് വീണ്ടും സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വന്നാൽ ആ വാഹനത്തിന് ഫൈൻ ഈടാക്കും. ഫൈൻ എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. പെട്ടെന്ന് അങ്ങനെ ഒരു ഫൈൻ എന്ന ഒരു പിഴ എടുക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പിഴ ഈടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ കാട്ടാക്കട ദേവീക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ചൂണ്ടുപലകയിലോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെ വരെ ഇടതുവശം പാർക്ക് ചെയ്യാം, വലതുവശത്ത് നോ പാർക്കിംഗ് ആണ്. അപ്പോൾ വലതുവശത്ത് പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന വശത്താണ് നോ പാർക്കിംഗ്. അവിടെയുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ കഞ്ചൂർക്കോണം റോഡിന്റെ ആദ്യത്തെ 50 മീറ്റർ ഇരുവശങ്ങളും നോ പാർക്കിംഗ് ആണ്. അവിടെയും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ പോലീസ് സ്റ്റിക്കർ ഒട്ടിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ ഒരു മുന്നറിയിപ്പ് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഇവിടെ ഈ സ്ഥലങ്ങളിൽ വച്ചാൽ ഫൈൻ ഈടാക്കും എന്ന ഒരു ബോധ്യം ലഭിക്കുകയും തുടർന്ന് നമ്മുടെ ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്ത്.